ഹായ് ഫ്രണ്ട്സ്, ചെറിയ വീഡിയോ എന്ന യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞങ്ങൾ അടിപൊളി വീഡിയോയുമായിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ കഴിഞ്ഞ തവണ ഇട്ട വീഡിയോസൊക്കെ നിങ്ങൾ കാണുന്നുണ്ട്, നല്ല സപ്പോർട്ടും തരുന്നുണ്ട്. നിങ്ങൾ തരുന്ന സപ്പോർട്ടിന് വീണ്ടും വീണ്ടും നന്ദി അറിയിക്കുകയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് മട്ടൺ ലിവർ ഫ്രൈ അടിക്കുന്ന വീഡിയോ ആണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, നമുക്ക് ഇതൊന്ന് വൃത്തിയായിട്ട് കഴുകിയെടുക്കാം. ഇതിന് ഈ ചോരമയുണ്ട്, പിന്നെ ഇതിൽ കുറേ വേസ്റ്റൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കണം. ഓക്കെ, കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടൊരു ക്ലീനിങ് ഉണ്ട്, അതിന് മുമ്പൊന്ന് ക്ലീൻ ചെയ്തെടുക്കണം. അപ്പോൾ ഇതിൻ്റെ പുറത്തുള്ള വേസ്റ്റുകളൊക്കെ, ഇങ്ങനെ കുറേ വേസ്റ്റുകളൊക്കെ ഉണ്ടാവും. ഇതൊക്കെ എടുത്ത് വലിച്ച് കളയണം നമ്മൾ. ഇതൊക്കെ ആവശ്യമില്ലാത്ത സാധനങ്ങളാണ്. ഇതിൻ്റെ പുറത്തിങ്ങനെ പാടുണ്ടാവും, ഈ കാണുന്ന പോലെ പാടകളുണ്ടാവും. ഈ പാടൊക്കെ ഒലിച്ച് കളയണം. ഈ കാണുന്ന പോലെ ഇത് ഒലിച്ച് കളയണം. ഓക്കെ, അപ്പം നമ്മളൊരു 3-4 തവണ കഴുകി എടുത്തിട്ടുണ്ട്. ഇനി എന്തായാലും കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഒന്നും കൂടി കഴുകേണ്ടതാണ്. അപ്പോൾ ഓക്കെ, നമുക്ക് ഈ സാധനം ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ഈ കാണുന്ന പോലെ ചെറിയ പീസായിട്ട് കിട്ടുന്ന വിധത്തിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ കാണുന്ന പോലെ ബീഫിനെ കരിയുന്നതിലും കുറച്ച് വലുതാക്കി എരിഞ്ഞെടുക്കാം. കാരണം വെച്ചാൽ ഇത് വെന്ത് വരുമ്പോൾ ഒന്ന് ചെറുതായി പോകും. അപ്പോൾ ഈ കാണുന്ന പോലെ എരിഞ്ഞാൽ മതി. ഓക്കെ, നമ്മുടെ മട്ടൺ ലിവർ ഏകദേശം അരിഞ്ഞ് തീരാറായിട്ടുണ്ട്. കുറച്ച് നേരം കൊണ്ടുള്ളൊരു പണിയായിരുന്നു. ഓക്കെ, അപ്പോൾ ഒരു 3-4 തവണ അത് നമ്മൾ വൃത്തിയായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. ഓക്കെ, ഒരു പൊടിയുള്ള പാത്രത്തിലേക്ക് മാറ്റാത്. അത് കൊട്ടയാണ്, അപ്പോൾ അതിൽ നിന്ന് വെള്ളം ഇങ്ങനെ വാർന്ന് പോയിക്കോളും. നമ്മൾ മട്ടൺ ലിവറെ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് സവാള, ഇഞ്ചി, പച്ചമുളക്, അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ അതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതിലേക്കായിട്ട് നമ്മൾ 4 വലിയ സവാളയാണ് അരിഞ്ഞെടുക്കുന്നത്. സവാള ഈ കാണുന്ന പോലെ നമുക്ക് അരിഞ്ഞെടുക്കാം. ഓക്കെ, അപ്പോൾ ഇതിലേക്കായിട്ട് ഒരു 8 പച്ചമുളക് ഈ കാണുന്ന പോലെ അരിഞ്ഞെടുക്കാം. ഓക്കെ, അപ്പോൾ ഇതിലേക്കായിട്ട് നമ്മളൊരു 30 അല്ലി ചെറിയുള്ളി കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഈ കാണുന്ന പോലെ കട്ട് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇതിലേക്കായിട്ട് നമ്മൾ ഒരു 50 അല്ലി വെളുത്തുള്ളി തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. അത് ഈ കാണുന്ന പോലെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. ഒരു 6 ചെറിയ പീസ് ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. 6 ചെറിയ പീസ് എന്ന് പറയുമ്പോൾ ഒരു ഏകദേശം 50 ഗ്രാം ഇഞ്ചി ഉണ്ടാവും. അത് ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. ഓക്കെ, നമ്മൾ സവാള, ഉള്ളി, പച്ചമുളക്, വെളുത്തുള്ളിയൊക്കെ അരിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സ്റ്റൗ കത്തിച്ചിട്ടുണ്ട്, ചട്ടി വെച്ച് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ചട്ടി ചൂടായിട്ടുണ്ട്. നമ്മൾ ഇതിലേക്കായിട്ട് ഒരു 200 മില്ലി ഓയിൽ ഒഴിച്ചു കൊടുക്കണേ. ഓക്കെ, അപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട്. നമ്മൾ ഇതിലേക്കായിട്ട് ആദ്യം അരിഞ്ഞ് വെച്ച് ഇഞ്ചി ഇട്ട് കൊടുക്കണേ.
അപ്പോൾ 4 സവാള നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. ഓക്കെ, ഇതെല്ലാം കൂടി നമ്മളൊന്ന് വാട്ടിയെടുക്കണം, നന്നായിട്ട് വാടണത്. അപ്പോൾ അരിഞ്ഞ് വെച്ച ചെറിയുള്ളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണേ. അപ്പോൾ ഓക്കെ, സവാള ഇഞ്ചി ഉള്ളിയൊക്കെ വാടിയിട്ടുണ്ട്. നമുക്ക് ഇതിലേക്കായിട്ട് 8 പച്ചമുളക് അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കണേ. ഓക്കെ, അപ്പോൾ അരിഞ്ഞ് വെച്ച വെളുത്തുള്ളി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണേ. ഓക്കെ, ഇതെല്ലാം കൂടെ വാടി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിലേക്കായിട്ട് ഒരു 4 ടീസ്പൂൺ കാശ്മീരി ചില്ലി ചേർത്ത് കൊടുക്കുന്നുണ്ട്. സാധാരണ മുളക് പൊടിയാണ്, അതൊരു 3 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ, 2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുരുമുളക് പൊടിയുടെ ടേസ്റ്റ് ഇത്തിരി കയറി നിൽക്കുകയാണ് നല്ലത്. ഒരു 1/2 ടീസ്പൂൺ നല്ല ജീരകത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 10 അല്ലി വേപ്പില ചേർത്ത് കൊടുക്കുക ഇതിൽ. ഓക്കെ, അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ച മട്ടൻ്റെ ലിവർ ഇതിലേക്ക് ഇട്ട് കൊടുക്കണം, ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കണം. 3.5 കിലോ മട്ടൻ്റെ ലിവറാണ്. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. ഓക്കെ, 1 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നേരത്തെ 1 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്, 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക. പിന്നെ വേണമെങ്കിൽ നോക്കിയിട്ട് ഇടാം. ഇതിലേക്ക് 1 ചെറിയ കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചെറിയ കപ്പ് മതിയാവും, കാരണം വെച്ചാൽ ഇതിൽ കുറച്ച് വേവാൻ തുടങ്ങുമ്പോൾ ഇന്ന് വെള്ളം ഇങ്ങനെ ഇറങ്ങി വരും. അതുകൊണ്ട് അധികം വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. ഒന്നും കൂടെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ മട്ടൻ്റെ ലിവർ മസാലയൊക്കെ ചേർത്ത് അടപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കൊരു 1/2 മണിക്കൂർ നേരം അടച്ചു വെച്ച് വേവിക്കാം. ഓക്കെ, 1/2 മണിക്കൂറായിട്ട് തുറന്നു നോക്കാം നമുക്ക്. അപ്പോൾ ഓക്കെ സുഹൃത്തുക്കളെ, ഇത് 1 മണിക്കൂറായിട്ടുണ്ട് നമ്മളിത് മട്ടൻ ലിവർ അടച്ചു വെച്ച് ഇങ്ങനെ വേവിക്കണം. അപ്പോൾ നമുക്കൊന്ന് തുറന്നു നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. ഓക്കെ, ഇപ്പം ഇതിൻ്റെ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിയിട്ടുണ്ട്. ശരിക്കും വറ്റി ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് സാധനങ്ങൾ കൂടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഓക്കെ, ഇതിലേക്കായിട്ട് നമ്മൾ ഇനി 1 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1.5 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ കുരുമുളക് പൊടി നേരത്തെ 1.5 ടീസ്പൂൺ ചേർത്താണ്. എന്തായാലും ഇതിൻ്റെ കുരുമുളകിൻ്റെ ടേസ്റ്റ് ഒന്ന് കയറിയെന്നോട്ടെ, ആയിരിക്കും നല്ലത്. ഓക്കെ, അപ്പോൾ ഇത് ഒന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഓക്കെ, ഇതിൻ്റെ മുകളിൽ കുറച്ച് മല്ലിയില ഇങ്ങനെ ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടി വെറുതെ ഇങ്ങനെ ഇട്ട് കൊടുക്കാം. മല്ലിയിലാണ്. കുറച്ച് സവാള അരിഞ്ഞത് ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കാം. ഓക്കെ, ഓക്കെ, അപ്പോൾ നമ്മുടെ മട്ടൻ ലിവർ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് കോരി പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കാം, എങ്ങനെയുണ്ടെന്ന് അറിയണമെന്ന്. അപ്പോൾ നമ്മുടെ മട്ടൻ ലിവർ ഫ്രൈ റെഡിയായി, നല്ല സൂപ്പർ മണമൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ പിള്ളേരെ വിളിച്ചിട്ട് ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അജ്മലെ, അപ്പു, ഇതിൻ്റെ ടേസ്റ്റ് നോക്കും. 2 സൈഡിൽ പോവാം.
കഴിച്ചു നോക്കിയിട്ട് പറയും. ക്യാമറ നോക്കി ധൈര്യമായിട്ട് പറഞ്ഞു, പേടിക്കൊന്നും വേണ്ട. നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട്. ഞാൻ പറഞ്ഞ് പേടിപ്പിച്ചിട്ടൊന്നുമല്ല കേട്ടോ പിള്ളേരങ്ങനെ പറയണത്. ടേസ്റ്റ് ഉള്ളതുകൊണ്ടാണ് പറയണത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ ഞങ്ങളിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ ചാനലും സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ നിങ്ങൾ തരുന്ന സപ്പോർട്ടിന് നന്ദി അറിയിച്ചുകൊണ്ട് നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ.